മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11 മണിക്കാണ് കൂടിക്കാഴ്ച. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. 2 ദിവസത്തെ നിർണായക കൂടിക്കാഴ്ചകൾക്കായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈകിട്ട് 5-ന് തിരികെ കേരളത്തിലേക്ക് മടങ്ങും. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, കഴിഞ്ഞ ദിവസം 4 കേന്ദ്രമന്ത്രിമാരുമായി ചർച്ചകൾ നടത്തി. വിവിധ മേഖലകളിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് പുറത്തുവച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന അപൂർവതയുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ പോസിറ്റീവ് ആണെന്നിരിക്കെ ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയായിരിക്കും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. റീജിത്ത്, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ സഹായം കാലങ്ങളായി ആവശ്യപ്പെടുന്ന വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണത്തിന് 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന ആവശ്യം കേരളം നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിരുന്നു. ഈ വിഷയത്തിൽ പലതവണ കേന്ദ്രത്തിന് നിവേദനം അയച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു, നിവേദനം നൽകിയിരുന്നു. എന്നാൽ അതിൽ ഒന്നും തന്നെ അനുഭാവപൂർവമായ കേരളത്തിന്റെ ആവശ്യത്തോട് അടുത്തു നിൽക്കുന്ന ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യം തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉന്നയിക്കുക. ഒപ്പം തന്നെ കേരളത്തിനുള്ള എയിംസ്, സിൽവർ ലൈൻ കൂടാതെ മറ്റ് പദ്ധതികളിലെ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. ഇതോടൊപ്പമാണ് ഈ കേരളത്തിന്റെ പുതിയ ചില വികസന പദ്ധതികളും ഈ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഈ ദുരന്ത നിവാരണ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് ഇതിന് അംഗീകാരം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ അക്കാര്യത്തിലെല്ലാം അനുകൂലമായ ഒരു പ്രതികരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് മന്ത്രിമാർ, മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന മന്ത്രിമാർ പങ്കുവയ്ക്കുന്നത്. ഇതുകൂടാതെ മറ്റ് 3 കേന്ദ്രമന്ത്രിമാരെ കൂടി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. BJP അധ്യക്ഷനും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമായ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എയിംസ് വിഷയം അദ്ദേഹത്തോട് ഉന്നയിച്ചതായാണ് വിവരം. കൂടാതെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ മന്ത്രിസഭയിലെ ആദ്യ 5 പദവികളിലുള്ള ആളുകളുമായാണ് മുഖ്യമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും നിർണായകമാണ്. ഏറ്റവും മുതിർന്ന പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, BJP അധ്യക്ഷനും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ, കൂടാതെ നിതിൻ ഗഡ്കരി, നിർമ്മലാ സീതാരാമൻ എന്നീ മന്ത്രിമാരുമായാണ് കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു സന്ദർശനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.